മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരു വലിയ പ്രതിഷേധം, എനിക്ക് തോന്നുന്നു കേരളം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. അതിനുശേഷം എന്താ ഇപ്പോൾ കോതമംഗലം, പൈങ്ങോട്ടൂർ അവിടെ 2 വിദ്യാർത്ഥികൾ നിരന്തരം ഞങ്ങൾക്ക് നിസ്കാരമുറി വേണം എന്നുള്ള ആവശ്യവുമായി സ്കൂളിനെ സമീപിക്കുന്നു, സ്കൂൾ അധികൃതരെ സമീപിക്കുന്നു. അത് പറ്റില്ല, അത് നമ്മുടെ അച്ചടക്ക രീതിയുമായി അല്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രീതിയുമായി പോകുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളെ വിളിപ്പിക്കുന്നു. രക്ഷിതാക്കളും ഇതേ ആവശ്യം തന്നെ പറയുന്നു. സത്യത്തിൽ നമുക്കൊന്ന് ജാതി മതം ഇല്ല, എല്ലാം ഒരേപോലെയാണെന്നൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുക മാത്രമേ ഉള്ളൂ. അതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് എവിടെ നിന്നൊക്കെയോ ഇത്തരത്തിൽ ഉള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുകയുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്താ തോന്നുന്നത്, നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സത്യത്തിൽ ജാതി മതം ഇതൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ ആരുടെ ആഹാരത്തിൽ നിന്നും കൈയിട്ട് വാരി കഴിച്ച്, ആരുടെ പള്ളി കണ്ടാലും തൊഴും, അമ്പലം കണ്ടാലും തൊഴും, മോസ്ക് കണ്ടാലും തൊഴും, ആ ഒരു രീതിയിലേക്കൊക്കെ വളർന്നു വന്ന ഒരു തലമുറയാണ് നമ്മളൊക്കെ. ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇത്തരം അനാവശ്യമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താ തോന്നുന്നത്? തന്നെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനെ തൊട്ട് മുമ്പ് നമുക്കൊരു വാണിംഗ് എന്ന രീതിയിൽ കൊടുക്കാനുള്ള ഒരു കാര്യം, നമ്മളൊരു മതത്തിന് വിതര തീർച്ചയായിട്ടും ഈ 153A എന്നൊക്കെ പറയുന്ന സെക്ഷൻ നോൺ ബെയിലബിളാ. അതൊക്കെ ഇട്ട് കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള 153 ഒന്നും ആരും ഇട്ട് തരരുത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ പേരിൽ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പൊതുവായിട്ട് തോന്നിയിട്ടുള്ളത്, ഇത് ഒരു നമ്മളെന്താ പറയുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിഷയം നടക്കുന്നു എന്ന രീതിയിൽ ഇതിനെ കാണരുതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇതിനെ കൃത്യമായി ഒരു അജണ്ടയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് നാൾ മുമ്പ് യൂട്യൂബിനകത്ത് ഒരു മുസ്ലിം മതപണ്ഡിതന്റെ ഒരു സ്പീച്ച് കേട്ടു. ചിലപ്പോൾ മുസ്ലിം സമൂഹം പോലും തള്ളിക്കളയാവുന്ന തരത്തിലുള്ള ഒരു സ്പീച്ചാണത്. ആ സ്പീച്ചിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് മുസ്ലിം പെൺകുട്ടികൾ അവിടെ നിന്ന് ഇത്തരത്തിൽ നിസ്കാരമുറി വേണം എന്ന് പറഞ്ഞ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരാവശ്യം അവിടെ ഉന്നയിക്കുക, അല്ലെങ്കിൽ അടുത്തടുത്ത ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സിലും അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് അവിടെ ഒരു നിലത്ത് തുണിയൊക്കെ ഇട്ട് അവിടെ നിന്ന് നിസ്കരിക്കും. അത് കഴിഞ്ഞ് ആ കോളേജിലെ അല്ലെങ്കിൽ ക്ലാസ്സിലെ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സ്ഥലത്തിരിക്കും. അങ്ങനെ ഒരു ഘട്ടം വരുന്ന ഘട്ടത്തിൽ ആ സ്കൂൾ അല്ലെങ്കിൽ ആ കോളേജ് നമുക്ക് വേണ്ടി അവിടെ നിസ്കാര മുറികളും ഒരുക്കി തരുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന തരത്തിൽ ഒരു മുസ്ലിം മതപണ്ഡിതന്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. പക്ഷെ അതേ സമയത്ത് തന്നെ നല്ലവരായിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കൾ അതിന്റെ അടിയിൽ പോലും കമന്റ് ചെയ്തിട്ടുണ്ട്, ഈ സ്കൂളിലേക്ക് പോകുന്നത് കോളേജിലേക്ക് പോകുന്നത് പഠിക്കാനല്ലേ, ഈ അവിടെ നിന്ന് നിസ്കരിച്ചില്ലേലും ആ നിസ്കരിക്കാത്തതിന്റെ എന്താ പറയാ, നമ്മൾ പറയാ അവിടെ ഒരു കടം, ആ കടം വീട്ടിലെത്തിയിട്ടും അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ടോ വീട്ടാമല്ലോ, അങ്ങനെ ഒരു സംവിധാനം ഇല്ലേ നമ്മുടെ മതാചാരത്തിൽ എന്ന് പറയുന്ന സുഹൃത്തുക്കളും അതിന്റെ അടിയിലുണ്ട്. പക്ഷേ ഇത്തരത്തിൽ തീവ്രമായ നിലപാടുള്ള ചില മുസ്ലിം പണ്ഡിതരാണ് ഇവർക്ക് വളം വെച്ച് കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ചില മുസ്ലിം പണ്ഡിതർ, എല്ലാവരെയും നമ്മൾ പൊതുവൽക്കരിച്ച് പറയുന്നത്, ചില വിഷവിത്തുക്കളായ പണ്ഡിതർ ഇതിനെ വളം വെച്ച് കൊടുക്കുകയാണ് എന്ന് നമുക്ക് പറയാതിരിക്കില്ല. അത് നമ്മുടെ ഈ മതേതര കേരളത്തിൻ്റെ ഒരു നല്ല നടത്തിപ്പിനെ, നമ്മുടെ മതേതര രാജ്യത്തിൻ്റെ നല്ല നടത്തിപ്പിൻ്റെ ഇടയിൽ വിഷം വമിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാത്രമല്ല, ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് വായിക്കേണ്ട സംബന്ധിച്ച് അല്ലെ, ഇതിനോടൊപ്പം ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇത്തരത്തിൽ ഒരു വിഭാഗം രംഗത്തെത്തുന്നു, ഞങ്ങൾക്ക് നിസ്കാര മുറി വേണം, അത്തരത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനാ സംവിധാനങ്ങൾ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുമ്പോൾ മറ്റു മതക്കാരും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് വരാനുള്ള സാധ്യതയും അവിടെ വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ വലിയ തരത്തിലുള്ള ഇവരുടെ ഇത്തരക്കാരുടെ, അതായത് ഈ ഇത്തരത്തിലുള്ള വിഷവിത്തുക്കളുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹാർമണി തകർക്കുന്നു. തീർച്ചയായിട്ടും മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലുണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഈ ധന്യ ഒരു മുസ്ലിം സ്റ്റുഡൻ്റ് ആണ്, ഞാനൊരു ഹിന്ദു സ്റ്റുഡൻ്റ് ആണ് എന്ന നിലയിലേക്ക് വരുന്ന സമയത്ത്, ഇങ്ങനെ നിസ്കരിക്കുന്ന കാണുന്ന സമയത്ത് ആരുടെയെങ്കിലും ഈ കുട്ടികളുടെ മനസ്സിൽ എന്നാൽ പിന്നെ എനിക്കും ഇവിടെ ഇതായിക്കൂടെ എന്ന തരത്തിൽ ചിന്തിച്ച് അത് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വ്യക്തികളുടെ അതായത് നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്ന വ്യക്തികളെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല, വളരെ വളരെ സൗഹാർദ്ദത്തോട് കൂടി ഒക്കെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി അടുത്തത് വള്ളിത്തോട് എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ
അതായത് 13 വയസ്സ് വരെ അവിടെയായിരുന്നു. ഞങ്ങളൊരു ഒറ്റ ഹിന്ദു വീടുണ്ടായിരുന്നു, ബാക്കി മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ നോമ്പിൻ്റെ സമയങ്ങളിൽ ഞാൻ അവർക്കൊപ്പം പോയി നോമ്പെടുക്കാറുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അവിടുത്തെ മുസ്ലിം വീടുകളിലെ നോമ്പിന് ശേഷം അവർ ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുത്തരും. അതേപോലെ തന്നെ പെരുന്നാളിന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം ബിരിയാണി കൊണ്ടുത്തരും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓണത്തിനും വിഷുവിനും ഞങ്ങൾ അങ്ങോട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കും, അവർ ഇങ്ങോട്ട് ക്ഷണിക്കും. മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ട് എല്ലാ ഓണത്തിനും അവരുടെ ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും ഞങ്ങൾ എൻ്റെ സ്വന്തമാണെന്ന് കരുതി തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു മതേതരത്വ ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി തന്നെ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഇത്തരം വിഷവിത്തുക്കൾ കൊണ്ടുപോയിട്ട് വിഷം വമ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ പറയും, ഈ നിർമ്മല കോളേജിൽ എന്തായിരുന്നു സംഭവിച്ചത്? നിർമ്മല കോളേജിൽ ഒരു 1-2 മുസ്ലിം വിദ്യാർത്ഥികൾ ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നു. ആ വിഷയം അവിടെ ഉന്നയിക്കുന്നു. ഉടനെ തന്നെ അവിടെ കോളേജിലെ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഘട്ടമായതുകൊണ്ട് അവിടുത്തെ SFIയും MSFും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ അവിടുത്തെ യൂണിറ്റ് ഘടകത്തിൽ ഔദ്യോഗികമല്ലാതെ അനൗദ്യോഗികമായി ആ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതൊരു വിദ്യാർത്ഥി ഐക്യം എന്ന നിലയിലേക്ക് പോകുന്നു. അവിടെ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെക്കുന്നു എന്ന നിലയിലേക്ക് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കോളേജിൽ സംഭവം പോകുന്നു. ആ സംഭവത്തെ പക്ഷേ നമ്മുടെ കേരളത്തിൽ കൃത്യമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം. അതായത് അവർ എന്താണോ അജണ്ട മുന്നോട്ട് വെച്ചത് ആ അജണ്ടയിൽ നമ്മൾ കേരളം വീണില്ല എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ധന്യ. അതായത് ആ ഘട്ടത്തിൽ ഈ നിർമ്മല കോളേജിന്റെ ഏകദേശം 50 മീറ്ററിനുള്ളിൽ തന്നെ അവിടെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു എന്നും ആ മോസ്കിൽ പോയി പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കാതെയായിരുന്നു ആ വിഷയത്തിൽ പലരും ഇടപെട്ടത്. അതിനെതിരെ ഈ ഒരു ഇത്ര അടുത്ത് മോസ്ക് ഉള്ളപ്പോൾ അവിടെ മറ്റൊരു പ്രാർത്ഥന മുറി എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതർ തന്നെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെയാണ് ഇവരുടെ ആ കുത്തിത്തിരിപ്പ് അജണ്ടയെ നമ്മൾ പൊളിച്ചത്. അതോടൊപ്പം തന്നെ അവിടുത്തെ മഹല്ല് കമ്മിറ്റി പോലും ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചവർക്കെതിരെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടു. MSFിന്റെ നേതാക്കൾ രംഗത്ത് വന്നു, യൂത്ത് ലീഗിന്റെ നേതാക്കൾ രംഗത്ത് വന്നു, അങ്ങനെ പലരും രംഗത്ത് വന്നു. പല മുസ്ലിം നേതാക്കളും രംഗത്ത് വന്നിട്ട് ഇതിന്റെ ഒരു ആവശ്യമില്ല, ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ആവശ്യമില്ല എന്ന് കൃത്യമായി അത് പറയുകയും ചെയ്തു. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ ചിലർ എവിടെയൊക്കെ ഇരുന്നു ആർക്കൊക്കെയോ വേണ്ടി പ്രവർത്തിക്കുന്നു. അതിന്റെ ഒരു അജണ്ട തീർക്കലാണ്, അതിന്റെ ഒരു ഗൂഢാലോചന കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത്. അതായത് നമ്മൾ എല്ലാ മതങ്ങളും സൗഹാർദ്ദമായി പോകുന്ന നമ്മുടെ ഇന്ത്യയെ അതിന്റെ ആ ഒരു സൗഹാർദ്ദത്തെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ചിലർ എവിടെയോ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് കുറച്ചു പേരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന കാര്യം. നമുക്ക് ഇതിനകത്ത് ഒരു തലത്തിലും കൂടി ഇതിനെ നമുക്ക് കണ്ടിട്ട്, അതായത് ഈ നിർമ്മല കോളേജിൽ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 18, 19, 20 വയസ്സുള്ള വിദ്യാർത്ഥികൾ എന്ന നിലയിൽ കാണും. ഈ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് 15, 16, 17 മാക്സിമം അല്ലെ, അതിന്റെ താഴെയുള്ള കുട്ടികളാണ്. അതായത് കുട്ടികളാണ് അവര്. ആ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിപ്പിച്ച് അവിടെ ഒരു ഹാർമണി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഈ നിഷ്കളങ്കരായ ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം അവിടെ ഉന്നയിപ്പിച്ചത് അവർക്കും ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട മനസ്സിലാക്കാൻ വേണ്ടി കഴിയാതെ ഈ കുഞ്ഞുങ്ങൾക്ക് പോയി എന്നുള്ളത് അത് അവരുടെ നിഷ്കളങ്കത്തോണ്ടായിരിക്കും കഴിയാതെ പോയിട്ടുള്ളത്. ആ കുഞ്ഞുങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചവർ മാത്രമല്ല, ഇതൊരു വിഷയം ചെയ്യിച്ചവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെയാണ് ഈ കുട്ടികൾ അവരുടെ രക്ഷിതാക്കളും പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അതാണ്. ഈ കുട്ടികൾ അവിടെ ആവശ്യം ഉന്നയിച്ച ഘട്ടത്തില് ഈ കുട്ടികളുടെ മാതാപിതാക്കളെ കൊണ്ട് അവിടെ കൊണ്ട് എത്തിച്ചിട്ട് അവരെ കൊണ്ട് സമാനമായ ആവശ്യം ഉന്നയിപ്പിക്കാൻ വേണ്ടി ആ ഗൂഢലക്ഷ്യക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അതെ ഈ നിർമ്മല കോളേജ് ആയിക്കോട്ടെ, ഈ പൈങ്ങോട്ടൂർ കോളേജ് സ്കൂൾ ആയിക്കോട്ടെ, ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ക്രിസ്ത്യൻ മുസ്ലിം ഒരു ഹാർമണിയെ തകർക്കാനുള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ കണക്കാക്കാതിരിക്കാൻ വേണ്ടി വയ്യ. മാത്രമല്ല, ഈ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ നിസ്കരിക്കാനുള്ള മുറികളുണ്ടാവും. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ അവരുടെ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിൽ അതും ഉണ്ടാകും. സർക്കാർ സ്കൂളിൽ ഇതിനൊന്നും തന്നെ പ്രത്യേകിച്ച സൗകര്യങ്ങൾ. അതെ, ഇതിന് നമുക്ക് സ്കൂളിലൊക്കെ പ്രത്യേകിച്ച് നിയമങ്ങളുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് നിസ്കരിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള സമയം അനുവദിച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ എല്ലാ നിയമങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവർക്ക് കൃത്യമായി ഒരു അജണ്ടയുണ്ട്. നമ്മൾ നേരത്തെ ഇന്ത്യ അജിറ്റോവലിലായിട്ട് ടീം ഒരു ടീമിനെ നമ്മൾ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തിരുന്നു, PFAക്കാരെ. ആ PFAക്കാരെ ഈ സ്കൂളുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളായിട്ട് അല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഠന കേന്ദ്രങ്ങൾ വഴിയോ ഒരു സ്ലീപ്പർ സെല്ലുകളെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ കുട്ടികളുടെ കുഞ്ഞു മനസ്സിൽ ഇത്തരത്തിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് എന്ന് അങ്ങനെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ PFAയുടെ സ്ലീപ്പർ സെല്ലുകൾ തന്നെയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക്
ഞാൻ അത്തരത്തിൽ ആശങ്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞു മക്കളെ നിങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞു മക്കളാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന മക്കളാണെങ്കിലും ഒക്കെ അവരോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കാനാണ് കോളേജിലേക്ക് പോകുന്നത്. അവിടെ നല്ല സൗഹൃദങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുക, നല്ല അന്തരീക്ഷങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടേണ്ട സമയങ്ങളാണ് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങൾ. അവിടെ മതത്തിന്റെ പേരിലോ ഇത്തരത്തിൽ തമ്മിത്തൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് തലവെച്ച് കൊടുക്കാതെ. ഒരു കാര്യം കൂടെ പറയാൻ പറ്റിയിരിക്കാൻ വയ്യ, നിങ്ങൾ ഈ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ ഉള്ളിൽ നിസ്കാര മുറി ഉണ്ടാക്കി നിങ്ങൾ പ്രതിഷേധിച്ച് ആവശ്യങ്ങൾ നേടിയെടുത്തു എന്ന രീതിയിൽ നിങ്ങൾ ഒരു പ്രക്ഷുബ്ധ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കുക എന്ന് പറയുന്നത് അത് പടച്ചതമ്പുരാൻ സ്വീകരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ എന്നതിനപ്പുറം എല്ലാവരും ഒരുപോലെ നിൽക്കണം, ഒരുപോലെ എല്ലാവരെയും കാണണം എന്നാണ് അതെ പടച്ചതമ്പുരാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ നിന്നുള്ള ഈ സ്കൂളിൽ നിന്ന് ഈ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും ആ കട നിങ്ങൾ വീട്ടിൽ പോയി തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ ആ നിങ്ങളുടെ നിസ്കാര വിളി കേൾക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരുടെയും ഗൂഢലക്ഷ്യങ്ങൾക്ക് ചെന്ന് നിൽക്കാതെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, കോളേജ് അന്തരീക്ഷം അല്ലെങ്കിൽ കോളേജുകളെ അത്തരത്തിൽ ആ രീതിയിലേക്ക് നിങ്ങളുടെ കലാലയങ്ങളെ നല്ല മാറ്റങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാനായി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ജാതി മതം ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു മതസൗഹാർദ്ദത്തിലൂടെ, നല്ല സ്നേഹത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള, അവരവരുടെ മതത്തെ അവരവർ അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ കൃത്യമായി അവരവരുടെ മതങ്ങളുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ച് അവരവർ പൊക്കോട്ടെ. പക്ഷേ കോളേജുകളിലും സ്കൂളുകളിലും ഇത്തരം ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഗൂഢതന്ത്രങ്ങൾ മെനയുന്നവരുടെ പക്കലേക്ക് നിങ്ങൾ ചെന്ന് എത്താതിരിക്കട്ടെ. അതെ, പാവകളാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കുഞ്ഞു മക്കളോട് പറയാം. അപ്പോൾ ഈ വിഷയം ഇനി അടുത്ത കോളേജുകളിൽ എത്തുമോ എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എത്താതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ താൽക്കാലികമായി നമുക്കിത് അവസാനിപ്പിക്കാം. ശരി തന്നെ.